നല്ല ആൾക്കാർക്ക് കൂടുതൽ പണം വരുമ്പോൾ ഒരു കുറച്ചുകൂടെ നല്ലവരാകുകയും സമൂഹത്തിന് നന്മ ചെയ്യുകയും ഒരുപാട് പേരിലേക്ക് അതിൻ്റെ നേട്ടങ്ങൾ എത്തുകയും ചെയ്യും. മനസ്സുകൊണ്ട് മോശമുള്ള ഒരാളിന് ബാഡ് എനർജി വീണ്ടും വീണ്ടും അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിന് അത് ദോഷം വരുത്തുന്ന രീതിയിലല്ല, തനിക്ക് തന്നെ ദോഷം വരുന്ന രീതിയിൽ മാത്രമേ ഇത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരുന്നത്, ധനം വരുന്നത് നമ്മുടെ തോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത ഇതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത തോട്ടെല്ലാം റിമൂവ് ചെയ്തിട്ട് ആവശ്യമുള്ള തോട്ടിലേക്ക് മൊത്തമായി നമ്മുടെ തോട്ടിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് മൈൻഡ് പവർ ആക്ടിവിറ്റി കൂടെ സാധാരണയായി നടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആഴ്ച വേറൊരു പരിപാടിയിലൂടെ കാണാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചിന്തയാണ് നമുക്ക് വിജയം കൊണ്ടുവരുന്നതും പരാജയം കൊണ്ടുവരുന്നതും രോഗം കൊണ്ടുവരുന്നതും. ഇതാരും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. പലരും ചിന്തിക്കുന്നത് നമുക്ക് ഈ പരാജയവും തോൽവിയും ബാധ്യതയൊക്കെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതാണെന്ന്. അല്ല, നമുക്ക് ഈ ചിന്ത ആണ്. ഇപ്പോൾ നമ്മൾ കടത്തെക്കുറിച്ച് മാത്രം, ഇല്ലായ്മയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഡെറ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നമുക്ക് കടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കടത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കടം എങ്ങനെ വീട്ടും ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ കടം ഇങ്ങനെ കുമിഞ്ഞു കൊടുക്കൊണ്ടിരിക്കും. ശരീരത്തിൽ വേദനയുണ്ട്, ആ വേദനയെ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വേദന വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ആ വേദനയെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേദനയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു തലവേദന വന്നു, നമ്മൾ ആ വേദനയെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരുന്നില്ലെങ്കിൽ വേറെ എന്തൊക്കെയോ വലിയ കാര്യത്തിലിരിക്കുകയാണ്. തലവേദനയെക്കുറിച്ചോ ഇല്ല നടുവിനുള്ള വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആ വേദന നമ്മളെ അധികം ശല്യപ്പെടുത്തുന്നില്ല, അത് പതിയെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ധനത്തെക്കുറിച്ചുള്ള ഇല്ല വിജയത്തെക്കുറിച്ചുള്ള തോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ പറയുകയാണെങ്കിൽ, ഈ പരാജിതര് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നത്, വിജയപ്രദമായിട്ടുള്ള ആൾക്കാരെ കാണുന്നത് ഒരു ജലസോട് കൂടിയാണ്. അതേസമയത്ത് ഒരു വിജയി എപ്പോഴും ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ മറ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ കാണുമ്പോൾ അതിനെ അംഗീകരിക്കാനും അനുമോദിക്കാനും, ഇനി നേരിട്ട് പരിചയമില്ലെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിൽ കൂടി അവരുമായിട്ട് കമ്പനി വെക്കാനും അവരെ അഡ്മയർ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ എല്ലാ വിജയികളും തയ്യാറാണ്. ഒരു ധനവാൻ മറ്റൊരു ധനവാനെ കാണുമ്പോൾ മനസ്സിൽ ചിന്ത, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയോ കാര്യമായ അറിവുകളും കഴിവുകളും ഉള്ളതുകൊണ്ടാണ് ഈ ധനമൊക്കെ വന്നു ചേർന്നേക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അതുകൂടെ പഠിച്ച് എനിക്ക് അതുകൂടെ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഒരു ധനവാൻ മറ്റൊരു ധനവാനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു വിജയി മറ്റൊരു വിജയിയെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ വിജയിച്ചതിൻ്റെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയോ കഴിവുകളുണ്ട്, ആ കഴിവുകളൊക്കെ ഞാനും ഒന്ന് പഠിച്ചെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അങ്ങ് മനസ്സുകൊണ്ട് അങ്ങ് ആരാധിക്കുകയാണ്. ഈ ആരാധനയിൽ നിന്ന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. അതേസമയത്ത് പരാജിതൻ വിജയിയെ കാണുന്നത് ഒരു വിക്ടിം ഫീലിംഗ് കൂടെയാണ്. അതായത് വിജയിച്ച ആൾ എന്നിൽ ഡിപ്രൈവ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് തടസ്സപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വിജയം വരാത്തത്. ഞാൻ വ്യവസായത്തിൽ വലിയ ബിസിനസ്സിൽ വിജയിക്കാത്തത് മറ്റു വ്യവസായികളുടെ കടന്നുകയറ്റം കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആർക്കും ആരുടെയും അവസരങ്ങൾ മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും നമ്മൾ നല്ല പുതിയ കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയാൽ ചില സബേർസിലൊക്കെ, ഇന്ത്യയിലാണെങ്കിൽ പല സ്ഥലത്ത് ഇത് ആൾക്കാർ വന്ന് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കാറ് പോറി വെച്ചിട്ട് പോകാനായിട്ട് പോകും, അതിലൊരു സ്ക്രാച്ചസ് ഉണ്ടാക്കാനായിട്ട് പോകും. ഇപ്പോൾ അമേരിക്കയിൽ പോലും ചില പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് കാറ് കൊണ്ടുവന്ന് സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പോയാൽ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ചില കുട്ടികൾ ഒരു പരിചയമില്ലാത്ത ഈ മനുഷ്യൻ്റെ കാറിനെ ചില്ലുകളൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് പോകും. നമുക്ക് കണ്ടിട്ടില്ലാത്ത ഒരാളോടാണെങ്കിൽ കൂടി വിജയിയോടൊരു ഉള്ളിലൊരു സ്പർദ്ധ. പക്ഷെ മറ്റൊരു വിജയിക്ക് വേറൊരു വിജയിയെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും സഹായിക്കണം, അനുമോദിക്കണം, അംഗീകരിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം എന്നൊരു തോന്നലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. ആ റിലേറ്റീവിനെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നേക്കുക. ആ ഗസ്റ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗസ്റ്റ് നമ്മുടെ കൂടെ കാണാം. ആ ഗസ്റ്റിനെ നമ്മളെപ്പോഴും അവഗണിക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഗസ്റ്റ് നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ഇതുപോലെയാണ് ഗുഡ് എനർജിയായ പണം നമ്മുടെ കൂടെ വരും. പണത്തിനെ നമ്മൾ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ആഗ്രഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്, മനസ്സിൻ്റെ പവറാണ്, മൈൻഡ് പവറാണ്. ഈ മൈൻഡ് പവർ കൂടുതൽ ധനം ലഭിക്കാനായിട്ടുള്ള നമുക്ക് അവസരങ്ങൾ മുന്നേ തുറന്നു തരും. ധാരാളം അവസരം നോക്കി എവിടെയാണുള്ളത് അവസരങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതേസമയത്ത് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റിനെ നമ്മൾ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുകയാണ്, അവഗണിക്കുകയാണ്, തീർച്ചയായിട്ടും ഗസ്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് പോകും. എന്നതുപോലെ നമ്മൾ പണവും അവസരങ്ങളും സാധ്യതകളും ഉണ്ട്, പക്ഷെ നമ്മൾ അതിന് വലിയ വില കൊടുക്കുന്നില്ല. മണിയല്ല മുഖ്യം, മറ്റു പലതുമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ഈ ഗസ്റ്റ് പോകും. എന്നതുപോലെ ഈ മണിയും നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്നത്
നമ്മൾ നല്ല മണിയെ, അതായത് മണിക്കകത്ത് ഒരുപാട് സ്പിരിച്വാലിറ്റി ഉണ്ട്. ലോകത്തിലെ പല മഹാന്മാരും ലോകത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ള വളരെ ചെറിയ തോതിൽ നിന്നും നല്ല നിലയിലെത്തിയിട്ടുള്ള പല ആൾക്കാരെയും സഹായിച്ചിട്ടുള്ളത് ധനാഢ്യന്മാരാണ്. നല്ല മനസ്സുള്ള ധനാഢ്യന്മാരുടെ സേവനം കൊണ്ട് ഒരുപാട് ഹോസ്പിറ്റൽസ് നടക്കുന്നുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് സ്കോളർഷിപ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ ഈ മിറ്റൽ ഗ്രൂപ്പൊക്കെ കമ്പനികളൊക്കെ ചെയ്യുന്ന അവരുടെ ഫാക്ടറിയുടെ ചുറ്റുവട്ടത്തുള്ള പല വെൽഫെയർ ആക്ടിവിറ്റീസും, കുടിവെള്ളം എത്തിക്കുകയും മറ്റു റോഡുകൾ നന്നാക്കി കൊടുക്കുന്നതും കുട്ടികളുടെ പഠനവും വിദ്യാഭ്യാസ സ്കൂളിനും ഒക്കെ അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബിൽഗേറ്റ് ഫൗണ്ടേഷൻ തന്നെ നമുക്ക് കാണാം, എയ്ഡ്സ് കൺട്രോൾ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഹ്യൂജ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നല്ലവരായ ആൾക്കാരിൽ കൂടുതൽ പണം വരുമ്പോഴത്തേക്ക് അവരുടെ നന്മ ഒരുപാട് ജനങ്ങൾക്ക് പുറത്തേക്ക് വരും. അപ്പോൾ വിക്ടിം ഫീലിംഗ് ഇങ്ങനെയാണ്. അതായത് തീരെ പാവപ്പെട്ടവരായിട്ടുള്ളവരോ, എല്ലാവരും അല്ല, പക്ഷെ അതിനകത്ത് അതുപോലെ തന്നെ തോന്നലുകൾ ഇങ്ങനെയാണ്, മറ്റുള്ളവരോടൊരു ദേഷ്യം, ഒരു സ്പർദ്ധ. ആ സ്പർദ്ധ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വെൽത്ത് വരത്തില്ല. അവരുടെ ഫീലിംഗ് എപ്പോഴും വിക്ടിമാണ്. അപ്പോൾ അവർ നമുക്ക്